ജമ്മു കാശ്മീരിൽ കരസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം. 2 സൈനികർക്ക് പരിക്കേറ്റു. കശ്മീരിലെ കത്തയിലാണ് ആക്രമണമുണ്ടായത്. ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അസുത, ജമ്മു കാശ്മീരിലെ കത്വയിലാണ് ഇത്തരത്തിൽ കരസേനാംഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് ആദ്യം ഈ ഭീകർ വാഹന വ്യൂഹത്തിന് നേരെ ഗ്രനേഡ് എറിയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് വെടിവെപ്പ് നടത്തിയത്. എന്തായാലും സംഭവം ഉണ്ടായതിന് പിന്നാലെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നുവെന്നാണ് വിവരം. ശക്തമായി ഭീകരരെ സുരക്ഷാ സേന നേരിട്ടു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതോടെയാണ് സേന ശക്തമായി തിരിച്ചടിച്ചതോടെ ഭീകരർ അവിടെ നിന്നും പിൻവാങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ മേഖലയിൽ വ്യാപകമായ തിരച്ചിലാണ് അതിനാൽ സുരക്ഷാ സേന ഭീകരർക്കായിട്ട് നടത്തുന്നത്. എന്തായാലും ഈ ഒരു ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മലമുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഭീകരർ ഒരു ആക്രമണം നടത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30 ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. പരിക്കേറ്റ സൈനികരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തെരച്ചിലിനായി കൂടുതൽ സേനാംഗങ്ങൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടെ വ്യാപക തിരച്ചിലാണ് ഈ ഭീകരർക്കായിട്ട് തുടരുന്നത്. ജമ്മു കാശ്മീരിൽ 3 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന 3ാമത്തെ ഭീകരാക്രമണമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കരസേനാംഗങ്ങളുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഗ്രനേഡ് എറിയുകയും പിന്നീട് വെടിവെപ്പ് നടത്തുകയുമായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ വ്യാപകമായിട്ട് തുടരുകയാണ്. ജിൽബി തോമസനാണ് വിവരങ്ങൾ നൽകുന്നത്.